ഞാനും കൂടി ബെഡ്റൂമിൽ വെച്ച് പിന്നെ തൊടാൻ പോലും ഭാര്യ സമ്മതിക്കൂല. എന്താ തൊടാൻ സമ്മതിക്കാത്ത? വയറുവേദനയായിരുന്നു. വയറുവേദന ഒരു സൈഡ് ഇങ്ങനെ ഇരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരിക്കും വയറുവേദനയായിട്ട്. അപ്പം ഞാൻ പറയും ഹോസ്പിറ്റലിലോട്ട് പോകുകയെന്ന് ചോദിച്ചു കഴിയുമ്പോൾ വേണ്ട വേണ്ടെന്ന് പറയും. വേണ്ട. അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു വയറുവേദന അത് ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു പ്രശ്നം പറഞ്ഞിട്ടുള്ളൂ വയറുവേദന അങ്ങനെ ഉണ്ട്, സുമയ്ക്ക് ഇങ്ങനെ വയറുവേദനയാണെന്ന് പറഞ്ഞു. ആ ബെഡ്റൂമിൽ ഞാൻ പോണ സമയത്ത് എനിക്ക് പായെല്ലാം വിരിച്ച് തന്നിട്ട് ഭാര്യ ആ റൂമിൽ കിടക്കും. അപ്പോൾ അമ്മ പറയും സുമ നീ ഇവിടെ വന്ന് കിടക്കുകയെന്ന് പറയും. അപ്പം ഞാൻ സുമേന്ദ്രയ്ക്ക് എന്താണെന്ന് ചോദിക്കും. എനിക്ക് കയ്യും കാലൊക്കെ കടഞ്ഞിട്ട് വയ്യ, തീരെ വയ്യ, ഭയങ്കര ചൂടാണെന്ന് പറയും. അങ്ങനെ എന്നിട്ട് അമ്മൻ്റെ കൂടെ ചൂടില്ല. എന്നിട്ട് രാവിലെ എണിച്ച് ചായയും കൊണ്ട് വരും. അപ്പം ഞാൻ പറയും ഞാൻ പോവുകയാണെന്ന് പറയും. അന്ന് പിന്നെ ശരി എന്ന് പറയും. സുമേൻ്റെ അമ്മ പറഞ്ഞു വയനാട്ടിൽ നിന്ന് ഫോൺ വിളിക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ മോളെ അവിടുന്ന് ഫോൺ വിളിക്കാൻ സമ്മതിക്കുന്നില്ല, പിന്നെ മുല്ലപ്പൂ മേടിച്ച് കൊടുക്കുന്നില്ല, മുല്ലപ്പൂ മേടിച്ച് കൊടുക്കുന്നില്ല, സിനിമയ്ക്ക് പോകണില്ല, ഷോപ്പിങ്ങിന് പോകണില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഇവരടുത്തൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് അതിപ്പോൾ എന്താ, അപ്പോൾ അത് നേരിട്ട് പറയാനല്ലേ ഉള്ളൂ. മുല്ലപ്പൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ പോയി പിന്നെ വിളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ എൻ്റെ കൂടെ വരുന്നില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ അളിയന്മാരത്ത് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എൻ്റെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്നിട്ട് അളിയനും പെങ്ങന്മാരും എല്ലാവരും കൂടി വന്നിട്ട് ചോദിച്ചു നീ എന്താ സുമ വരാത്തത്, എന്തുകൊണ്ടാണ് നീ വരാത്തതെന്ന് ചോദിച്ചു. ഇവളൊന്നും മുണ്ടുന്നില്ല. പിന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ വിളിക്കാൻ വേണ്ടി പോയ സമയത്ത് പിന്നെ ഇപ്പോഴാണോ ജോലിക്ക് പറഞ്ഞയച്ച് വിട്ടിട്ട് ഇപ്പോഴാണോ പൈസയ്ക്ക് കറക്റ്റ് 1-ാം തീയതി വന്നത് എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ല പൈസ ഒന്നും വേണ്ട, ആ കിട്ടാൻ അമ്മയ്ക്ക് കൊടുത്തിട്ട് നമുക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ തോന്നുമ്പോൾ പണിക്ക് പോകാനും റിസൈൻ ചെയ്യാനും ഞാനെന്താ അങ്ങനെ എന്തോ ഒരു വൃത്തിയായിട്ടൊരു വാക്കിൻ്റെ അടുത്ത് എനിക്ക് മറന്നുപോയി, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞ്. അപ്പം ഞാൻ അതിൽ കുറച്ചൊന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ അമ്മയാണ് പിന്നെ കൂടുതൽ സംസാരിക്കുന്നത് ഇങ്ങോട്ട്. അമ്മ ഇങ്ങോട്ട് കൂടുതൽ അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ പറഞ്ഞിട്ടല്ലേ ജോലിക്ക് പറഞ്ഞു വിട്ടത്, ഇങ്ങനെ VF-ൻ്റെ പൈസ കിട്ടാനുണ്ട്, അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാലാണ് കമ്പനിയിൽ നിന്ന് പൈസ കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കിങ്ങനെ കമ്പനിയും കാണിച്ചത് ഇന്ന കമ്പനിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞിട്ടല്ല പറഞ്ഞു വിട്ടെന്ന് വെച്ചപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു നീ ഒരു പണി ചെയ്യ്, ഇവിടെ എവിടെയെങ്കിലും കഞ്ചിക്കോട് വന്നിട്ട് എവിടെയെങ്കിലും ഒരു ക്വാർട്ടേഴ്സ് എടുത്തിട്ട് നീ ഇവിടെ വന്ന് താമസിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കുള്ളൂ, ഏട്ടന് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ അവിടെ ഒരു ചെറിയ ഷെഡ് വെച്ചിട്ടാണ് വീട് പണി നടത്തുന്നത്. അപ്പോൾ ഏട്ടൻ കുഞ്ഞുങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ അച്ഛനും അമ്മയോടെ ഒറ്റയ്ക്കാണ്, അച്ഛനഞ്ച സുഖമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അല്ല ഏട്ടാ അവർ പണി ചെയ്താൽ മതി, ഇവിടെ നമുക്ക് പണിയെടുത്തിട്ട് എപ്പോഴെങ്കിലും അവർക്ക് ചെലവിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അത് ശരിയാവില്ല, ഇവിടെ വന്ന് താമസിക്കൽ ശരിയാവില്ല. എന്താ ഇവിടെ വന്ന് താമസിക്കാതെ, ഇവിടെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളതല്ലേ, ഇവിടെ വന്ന് താമസിച്ചാലും എന്താ വെച്ച്. ഞാൻ പറഞ്ഞു തീറ്റി പോയിട്ട് ഇത്രയും വലുതാക്കി, ഇപ്പം അവരെ നോക്കേണ്ട ചുമതല നമ്മളാണ്, എനിക്ക് എന്തായാലും അവരെ ഉപേക്ഷിക്കാൻ പറ്റൂല. അപ്പോൾ എന്നെ വെച്ച് നീ എന്തായാലും വാ, നമ്മൾ തമ്മിലിപ്പോൾ എന്താ ഉള്ളത്, നീ ഇങ്ങോട്ട് കൂളായിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ വരാമെന്ന് പറയാൻ തന്നെയുണ്ട്. അപ്പോൾ എന്നെ തന്നെ ഞാൻ മുതലാളിനെയൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് VF-ൻ്റെ പൈസയൊക്കെ ഏത് സമയത്താണ് കിട്ടുന്നത് ആ സമയത്ത് ഏട്ടൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എൻ്റെ ഇതിങ്ങനെ പറഞ്ഞ് വെച്ചു. അങ്ങനെ എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് കഴിഞ്ഞ് പോകാൻ പറ്റുന്നില്ല. എനിക്ക് നല്ലോണം സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യ എനിക്ക് ഇത്ര നേരം പറഞ്ഞാലും എനിക്ക് വളരെയധികം സ്നേഹിച്ചിരുന്നു, ഞാൻ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു. എന്നിട്ട് പിന്നെ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പിന്നെ അളിയന്മാർ പിന്നെ ഇവരെല്ലാം പോയി വിളിച്ച് ആരും കൂടിയും വരുന്നില്ല. എന്നിട്ട് ഒരിക്കൽ പോയപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. എനിക്കെന്നെ മനസ്സിലാകുന്നില്ല ഇവരെന്താ ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് പോകുമ്പോൾ ആ ആഴ്ചയിലുള്ള വർത്താനല്ല പിറ്റത്തെ ആഴ്ചയിൽ പറയുന്നത്, അങ്ങനെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് പിന്നെ മൂത്ത ചേച്ചി ഇങ്ങനെ പിന്നെ ഒളിച്ചോടി പോയിട്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പിട്ട് കൊടുത്ത് രണ്ടാമത്തെ ചേച്ചിയാണ് പ്രിയ ചേച്ചി. അപ്പോൾ പ്രിയേച്ചി വന്നിട്ട് തന്നെയാണ്, പ്രിയേച്ചി പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പ്രിയേച്ചി ആകെ 2 മാസം ഭർത്താവിനോട് ഇരുന്നിട്ടുള്ളൂ. ആ ചേച്ചി വന്നിട്ട് വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരണ്ടല്ലോ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിട്ട് വിളിക്കാൻ പോണത്. സാധാരണ ഒരു പെൺകുട്ടി വന്ന് പിന്നെ വീട്ടിൽ വന്ന് ഇരിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടീൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു 2 ആൾ വന്നിട്ട് ചോദിക്കണം എന്താണ് എൻ്റെ മോള് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇവിടെ എന്താണ് പ്രശ്നം ഉള്ളത്, എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് അവരാരും തിരക്കി വരണ്ടേ. ഞാൻ തിരക്കി വരുന്നില്ല. എന്നിട്ട് നമ്മളെ വീട്ടുകാർ ഈ സമയം വരെ അവരെ വീട്ടിലോട്ട് ആ കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയി. ആ കുട്ടീനെ വിളിക്കാൻ വേണ്ടി പോയിട്ട് ആ കുട്ടി എങ്ങനെയായാലും വരുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു
ഈ രണ്ടാമത്തെ ചേച്ചി വന്നിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചേച്ചിക്ക് പെട്ടെന്ന് തൃശ്ശൂരിലൊരു പ്രസ്സിലൊരു ജോലി കിട്ടി, PSC. അപ്പോൾ ചേച്ചി എന്താക്കി അവിടുന്ന് വീട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇവിടെ എവിടെയും താമസിക്കാമെന്ന് പറഞ്ഞു. അവരമ്മ പറഞ്ഞു ഇവിടെ എവിടെയും താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ ഏട്ടൻ കേട്ടില്ല തോന്നുന്നത്, ഞാൻ കണ്ടിട്ടില്ല, ഇന്നുവരെ കണ്ടിട്ടില്ല. അങ്ങനെ എന്നിട്ട് ആ ചേച്ചി എൻ്റെ അടുത്ത് പറയും ഞാൻ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അപ്പോൾ അയാൾ വേണ്ട, പക്ഷെ അവനും കൂടി എനിക്ക് നഷ്ടപകരം മേടിച്ചിട്ടേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. നഷ്ടപകരം മേടിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ര ശ്രദ്ധ ആ കുട്ടീൻ്റെ ഭർത്താവിനോട് നഷ്ടപകരം മേടിച്ചിട്ടേ ഇരിക്കുകയുള്ളൂ പറഞ്ഞു. അപ്പോൾ ഇതുവരെ അത് പിന്നെ കോടതിയോ അല്ലാണ്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല, അവർ ഒന്നും കംപ്ലൈൻറ്റ് ഇല്ല, പോയിട്ടില്ല. അങ്ങനെ എന്നിട്ട് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ഭാര്യ വീട്ടിൽ ഞാൻ പോകുന്നത്. അളിയന്മാരൊക്കെ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്താണ് മോളിനെ പറഞ്ഞു വിടാത്തത്. അപ്പം ഭാര്യേൻ്റെ അടുത്ത് വെച്ച് നിനക്ക് ഭർത്താവ് വേണം നിൻ്റെ വീട്ടുകാർ വേണമെന്ന് ചോദിച്ച് എൻ്റെ അളിയൻ ചോദിച്ച്. അപ്പോൾ ഇവള് പറഞ്ഞ് പിന്നെ എനിക്ക് എൻ്റെ വീട്ടുകാർ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു പിന്നെ അളിയൻ എൻ്റെ അടുത്ത് നിനക്ക് നിൻ്റെ ഭാര്യ വേണ്ടാന്ന് പറയുന്നുണ്ട്, പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്, നീ വാ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അളിയൻ്റെ വണ്ടിയിൽ കയറിയിട്ട് ഞാൻ എന്താക്കി അമ്മേൻ്റെ വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് അവിടുന്ന് പിറ്റേ ദിവസം വയനാട്ടിലോട്ട് വന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നെ വിളിച്ചിട്ട് നല്ല സ്നേഹപൂർത്തി നല്ല രീതിയിൽ വർത്തമാനം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ എൻ്റെ ഒപ്പം വരുന്നില്ല, വിളിച്ചിട്ട് വരുന്നുമില്ല, എന്താണ് കാരണം എന്ന് ചോദിച്ച്. അതൊക്കെ എൻ്റെ ആ വീട്ടിലത്തെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഏട്ടൻ വന്നിട്ട് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളെ വരുമാനം കൊണ്ടുള്ള ഇവിടെ വീട്ടിൽ ചിലവ് കഴിയുന്നത്, അപ്പോൾ ഇവിടെ വന്ന് ഇരിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യമായി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിളിച്ചതും കൊണ്ടാണ്. ഞാൻ പറഞ്ഞു ഇത്ര മോശപ്പെട്ട രീതിയിലൊക്കെ പെരുമാറിയല്ലോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഞാൻ രണ്ടാമത്തെ ചേച്ചി വീട്ടിൽ വന്നിട്ട് ഇരിക്കുകയല്ലേ, അതേമാതിരി അങ്ങനെ ഒരു ഗതി വരണ്ട, നിനക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നിന്നെ ഞാൻ വിളിക്കുന്നത്, നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിൻ്റെ അമ്മനോട്, അപ്പം അമ്മയാണ് ഫോൺ വിളിച്ചത്. അപ്പോൾ ഞാൻ അമ്മയുടെ പറഞ്ഞ് രണ്ടാമത്തെ ചേച്ചി വന്നിട്ട് വീട്ടിലിരിക്കല്ലേ അമ്മ, ഇപ്പം സുമ്മയ്ക്ക് എന്തിനാ ഈ ഗതി വരേണ്ട ആവശ്യമില്ല, ഞാൻ പൊന്നുമരിക്ക് നോക്കാം, എൻ്റെ കൂടെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. ഇല്ല അവൾ അവിടെ വന്നു കഴിഞ്ഞാൽ തൂങ്ങിച്ചാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉണ്ടാവില്ല, അതിനെ തൂങ്ങിച്ചാകേണ്ട ആവശ്യം, എന്തെങ്കിലും കാരണം വേണമല്ലോ തൂങ്ങിച്ചാകേണ്ട ആവശ്യത്തിനെന്ന് വെച്ച്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ. എന്താ പറയുക, ആ സാറിലെ മോനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പെട്ടെന്ന് അത് ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അതിനും കുഴപ്പമില്ല, നീ വരുമ്പോൾ ഒരു പണി ചെയ്യ്, ഇവിടെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, വരുന്ന സമയത്ത് പിന്നെ സുമൻ്റെ ഒരു വള അലമാറേൻ്റെ ഉള്ളിലുണ്ട്, അപ്പോൾ കല്യാണ കാസറ്റും എടുത്തിട്ട് വരണം, പിന്നെ കല്യാണ സാരി എടുത്തിട്ട് വരണം, എൻഗേജ്മെൻറ്റിന് മാറിയ മോതിരം അമ്മ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് വലുതാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, മോതിരം വലുതാക്കി തരണം. ഞാൻ പറഞ്ഞു എൻഗേജ്മെൻറ്റിന് മാറിയ മോതിരം എന്തായാലും ഞാൻ തരൂല, വലുതാക്കേണ്ട ആവശ്യമില്ല, അത് ഇട്ട മോതിരം അതെന്തായാലും വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ അതെന്തായാലും പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു, അതൊക്കെ എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാനെന്താക്കി കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കല്യാണം ഉണ്ട്, വിളിച്ചിട്ടുണ്ട്, പാവം എന്താ അറിവില്ലാണ്ട് അവർ പറഞ്ഞു പോയതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന് സാരമല്ല എന്തായാലും വിളിക്കാൻ പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കാൻ ഞാൻ അപ്പോൾ ഏട്ടൻ മാത്രം ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛന് 2 കാല് തളർന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യണം, അപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടാണ് 1 മാസം 2-3 ആഴ്ച കഴിയും എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ കഴിയാൻ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എന്നാൽ ശരി, പിന്നെ നിങ്ങൾ വന്നിട്ട് നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് വീട്ടിലോട്ട് വയനാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്താക്കി എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കല്യാണ കാസറ്റ് ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണട്ടെ വിചാരിച്ചു. അപ്പോൾ കല്യാണ കാസറ്റും കല്യാണ സാരി എടുത്തില്ല, ബാഗിനകത്ത് കൊള്ളുന്നില്ല, അപ്പോൾ അതെടുത്തില്ല. കല്യാണ കാസറ്റും എൻ്റെ മോതിരം അലമാറേൻ്റെ ഉള്ളിലായിരുന്നു, അത് ഞാൻ എടുത്തില്ല. അപ്പോൾ ഇതും കൊണ്ട് ഞാൻ നേരെ ചെന്ന്, അല്ല കൊണ്ടുവന്ന വള എടുത്തിട്ടില്ല, ഞാൻ വള എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വള കീശയിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ കൊടുത്തു. അപ്പോൾ അതൊക്കെ എടുത്ത് രാത്രി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഏട്ടാ VF-ൻ്റെ പൈസ കിട്ടാൻ ചില ഏട്ടൻ്റെ ഒപ്പ് കിട്ടിയാലാണ് പിന്നെ VF-ൻ്റെ പൈസ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ, നീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിൻ്റെ പേരിലല്ലേ എല്ലാം കിട്ടേണ്ടത്, എൻ്റെ പേർക്ക് ഇങ്ങനെ കിട്ടേണ്ട ആവശ്യം, അത് കല്യാണം കഴിഞ്ഞതും കൊണ്ട് ഏട്ടൻ്റെ പേരിലാണ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അമ്മ അലമാറ തുറന്ന് പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ട് ഭാര്യ എൻ്റെ അടുത്തിരുന്ന് മടിയിൽ തലയൊക്കെ വെച്ചിരുന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുത്തായിട്ട് നമുക്ക് ഇനി അതിരാവിലെ നമുക്ക് ഇവിടുന്ന് പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ തുറന്ന് നീ മോനെ ഒപ്പിട്ട് കാട്ടുന്നു പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചേച്ചി ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചേച്ചി ഇങ്ങനെ ഇരിക്കേണ്ട, അമ്മ ഇങ്ങനെ എൻ്റെ അടുത്ത് തന്നെ അമ്മ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും പ്രശ്നം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാനൊരു ഒപ്പിടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ കൂടെ വരുമില്ല, വെറുതെ എന്തിനാ ഓരോ പ്രശ്നത്തിന് നിൽക്കേണ്ട ആവശ്യം എന്ന് വിചാരിച്ചിട്ട് ഞാനെന്താക്കി
ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വെറുതെ പേപ്പർ എണ്ണി നോക്കിയപ്പോൾ 10 വൈറ്റ് പേപ്പർ. ആ 10 വെറും പേപ്പർ. നിങ്ങൾ എന്താ ഇങ്ങനെ ഇത്രയും ഇതായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാക്കി അനാവശ്യങ്ങളും ഒക്കെ പറഞ്ഞു, അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതിന് ശേഷം കല്യാണ കാസറ്റും നിശ്ചയത്തിനിട്ട മോതിരവും ആൽബവും എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവിടെ ചെന്നിരുന്നിട്ട് ആഹാരമൊക്കെ തന്ന് പതിവിന് വിരോധമായിട്ട് ഈ വൈറ്റ്വൈനൊക്കെ പോയി അങ്ങ് മടിയിലും കിടന്നു. പിന്നെ അമ്മയും നിന്നു. ഒപ്പിടാൻ പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞ ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പോലും ചെയ്യത്തില്ലല്ലോ. ഇങ്ങനെ വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് എന്ത് PF-ന്? അവരുടെ എന്തെങ്കിലും ഫോമോ കാര്യങ്ങളോ നിങ്ങൾ കണ്ട് അതിനകത്ത് ആ കോളം എന്താണെന്ന് നോക്കി പൂരിപ്പിച്ചാൽ കുഴപ്പമില്ല. വെറുതെ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടിട്ട് PF-ന് എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ പോലും തോന്നിയില്ലേ? അല്ല, ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു വൈറ്റ് പേപ്പറിൽ ഒപ്പ് ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഒരു വൈറ്റ് പേപ്പറിൽ ഒപ്പിടണം. അമ്മ വൈറ്റ് പേപ്പറിൽ ഒപ്പിടണം മോനെ. പിന്നെ എത്രയാ കട ഉള്ളത്? നിറച്ച് കട ഉണ്ട്. അപ്പം നിങ്ങൾ മോൻ്റെ ഒപ്പ് കിട്ടി. അഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട്. അപ്പോൾ അതിൽ നീ ഒപ്പിടണം എന്ന് പറഞ്ഞാൽ അത് കിട്ടിയിട്ടില്ല, അത് 2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടും, അതിൽ നീ ഒപ്പിടണം കല്യാണം. അപ്പോൾ അതിൽ കുറച്ച് 10,000 രൂപ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് മോനിപ്പോൾ ഒരു ഒപ്പിട് എന്ന് പറഞ്ഞു. അപ്പം ഇതിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു നല്ല. അപ്പം ഞാൻ സുമ എൻ്റെ ഭാര്യ പിന്നെ ഡ്രസ്സ് എല്ലാം ബാഗിനകത്ത് ആക്കി വെച്ച് രാവിലെ ബസ് കയറുന്ന സമയത്ത് അമ്മേനോടത്തൊക്കെ യാത്ര പറഞ്ഞ് റോഡ് സൈഡ് എത്തിയിട്ട് ഇപ്പോൾ ഫോൺ വിളിച്ച്. അപ്പോൾ പറഞ്ഞു എന്താണ് സാറിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണല്ലേ ഏട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇന്നിപ്പോൾ ഇന്ന് എന്തായാലും പോകണം, അച്ഛനെ നാളെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് പോവുകയല്ലേ ചോദിച്ച്. ഇല്ല, ഞാൻ ഇന്ന് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരണം. അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരി, നീ ഒരു പണി ചെയ്യേ, അമ്മനെ കൂട്ടിയിട്ട് വാ, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ ഇവിടുന്ന് വരുന്ന വഴിക്ക് മെഡിക്കൽ കോളേജിൽ ഇറങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഞാൻ വൈകുന്നേരം ടൈമിൽ ഞാനൊരു 5:30-6 മണിക്ക് ഞാൻ കൽപ്പറ്റ ടൗൺ എത്തിയിട്ട് ഞാൻ ഫോൺ വിളിച്ച്. അമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ സുമ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ സുമ കുളിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോൾ അമ്മ എൻ്റെ പറഞ്ഞ് നിനക്ക് നിൻ്റെ വഴി, എൻ്റെ മോൾക്ക് ഞങ്ങളെ വഴി, ഞങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ, ഞങ്ങൾക്ക് ഞാൻ എന്താ പേടിക്കാനുള്ളതെന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അത് അങ്ങനെ തന്നെയാണ്. പിന്നെ നീ ഇവിടെ വന്നിട്ട് സെറ്റിലായിട്ട് ഇരിക്കാനപ്പോൾ നീ ഇരിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ തന്തി നല്ല ഒറ്റയ്ക്ക് തന്നെയാണല്ലോ. നിനക്ക് അവർക്ക് എപ്പോഴെങ്കിലും ചിലവിന് കൊടുത്താൽ മതിയല്ലോ. നിൻ്റെ ഏട്ടനുണ്ടല്ലോ, അവരെപ്പോഴെങ്കിലും നീ ഇവിടുന്ന് ജോലി എന്തെങ്കിലും ചെയ്തിട്ട് നീ ചിലവിന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അതെന്തായാലും ശരിയാവും ഞാൻ വന്ന് ശരിയാവും, നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. ഇതിങ്ങനെ തന്നെ പറഞ്ഞു. പിന്നെ ഫോണ് ഓഫാക്കി വെച്ച്. പിന്നെ ഞാൻ തിരിച്ച് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ എന്നിട്ട് ഞാൻ 2ാമത്തെ ചേച്ചിനെ വിളിച്ച്. 2ാമത്തെ ചേച്ചിനെ ഞാൻ പ്രിയേച്ചിനെ വിളിച്ചപ്പോൾ പ്രിയേച്ചി പറഞ്ഞു നിങ്ങളെ ജീവിതം നിങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായാലും കേൾക്കൂല, ഭാര്യേൻ്റെ അമ്മ എന്തായാലും കേൾക്കൂല എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്കൊരു സമാധാനമല്ല. എന്നിട്ട് ഞാൻ നാട്ടിലത്തെ അളിയന്മാരെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച് നീ എന്താ പൊട്ടനാണോ ഈ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരമെങ്കിലും അപ്പം ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഫോണ് പിന്നെ സുമ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. ആ രാത്രി തന്നെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. എന്നിട്ട് അളിയന്മാരെ വിളിച്ചപ്പോൾ അളിയന്മാർ പറഞ്ഞു ഈ പൊട്ടനാണ് ഈ വൈറ്റ് പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കാൻ, ഇനി എന്തൊക്കെ ആവുന്നൊന്നും അറിയുന്നില്ല. പക്ഷെ നിൻ്റെ ഈ നിശ്ചയം കഴിഞ്ഞു പോയി. നിശ്ചയം കഴിഞ്ഞിട്ട് ഞങ്ങളിത് വേണ്ടാന്ന് വെക്കേണ്ടതായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നാലും ആ കുട്ടീനെ നല്ല രീതിയിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിൻ്റെ ഇതൊന്നും പറയാണ്ടിരുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ ഒരു അഡ്വക്കേറ്റിനെ കണ്ടിട്ട് ഞാൻ അവിടുത്തെ ഒരു അഡ്വക്കേറ്റ് ആൻ്റണി സാർ എന്ന് പറയും, ആൻ്റണി സാറ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വൈറ്റ് പേപ്പറിൽ ഒപ്പിട്ടുണ്ടായിരുന്നു സാറേ എന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും വൈറ്റ് പേപ്പർ അപ്പോൾ എന്തെങ്കിലും എഴുതി പിടിപ്പിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും എഴുതി പിടിപ്പിച്ചിട്ടൊന്നുമില്ല, വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ ഒപ്പിട്ടു, ഇവിടെ എത്തി വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് സംസാരിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ ചിലപ്പോൾ അത് അറിവില്ലാണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തിരിക്കും, നമുക്കൊരു കൗൺസിലിങ്ങിന് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അയച്ചു കൊടുത്തപ്പോൾ അവരുണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കേസ് കൊടുത്തതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മദ്യപിച്ച് വന്നിട്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പിന്നെ സ്വർണം പോരാന്ന് പറഞ്ഞിട്ട് മുടി പിടിച്ച് അടിക്കുകയായിരുന്നു. പിന്നെ ഫ്രണ്ട്സുമാരെ കാഴ്ചയ്ക്ക് വെക്കുകയായിരുന്നു എന്ന് 26.5 പവന് സ്വർണം പിന്നെ എൻ്റെ ഏട്ടന് നശിപ്പിച്ചു എന്ന്. ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും കൂടി അത് നശിപ്പിച്ചിട്ടുണ്ട്. ഞാനിട്ട താലിച്ചെയിന് ഗ്യാരണ്ടീൻ്റെ ചെയിനാണെന്ന്, പിച്ചളേൻ്റെ ചെയിനാണ് ഞാൻ കെട്ടിയത് എന്ന് അവർ പറഞ്ഞു. ഇന്ന് പറഞ്ഞിട്ട് കേസ് അത് പാലക്കാട് ഒലവക്കോട് കോടതിയിലാണ് കേസ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എന്നിട്ട് എനിക്ക് ഇങ്ങനെ കേസിൻ്റെ കടലാസ് വന്നു. അപ്പോൾ തന്നെ അവിടുത്തെ പ്രദേശത്തെ ആൾക്കാർക്ക് ഇങ്ങനെ വാർഡ് മെമ്പർ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു എന്താ കുട്ടത് കല്യാണം കഴിഞ്ഞ് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതെന്താ ഇവരിങ്ങനെ അത്രയും വല്ല മോശപ്പെട്ട ആൾക്കാരാണ്.
അപ്പം നിൻ്റെ അമ്മയ്ക്ക് വേണം എന്തായാലും പാലക്കാട്ടിൽ നിന്ന് തന്നെ ഒരു കുട്ടി മതി പറഞ്ഞു. കുറച്ച് ചുറ്റുപാടൊക്കെ ഒന്ന് അന്വേഷിക്കണമല്ലോ, ഒരു കുട്ടി നോക്കാൻ പോകുമ്പോൾ അയൽവാസി തൊട്ടടുത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വേണ്ട ഒരു കുട്ടീനെ എടുക്കാനെന്ന് വെച്ച്. അയ്യോ ആൽബം എന്തായാലും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പാനലിന് കാണാൻ വേണ്ടിയിട്ടേ അവര് ഇപ്പം അതാണല്ലോ ക്ലെയിം ചെയ്തിരിക്കുന്നത്. ആഭരണം 26 പവൻ അവരിട്ടിരുന്നു, 1.5 ലക്ഷം ഉറുപ്പിയും തന്നു എന്ന് പറഞ്ഞു. 1.5 ലക്ഷം രൂപ തന്നു. നിങ്ങൾ SNDP-യില് മുഖേനല്ലേ കല്യാണം നടത്തിയേക്കുന്നേ? അതെ അമ്പല കമ്മിറ്റി. SNDP-യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ വിവാഹ സമയം എത്രമാത്രം സ്വർണ്ണോ പണോ തന്നിട്ടുണ്ടെന്ന്? എഴുതിയിട്ടില്ല. ചിലയിടത്തൊക്കെ എഴുതി കാണാറുണ്ട്. മിക്കവാറും സ്ഥലങ്ങളിൽ അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുട്ടു സൂചി പോലും ഇവിടുന്ന് തരാനില്ല എന്ന് പറഞ്ഞു. അതല്ല, ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല ഇല്ല അങ്ങനെ ഒന്ന് ഇല്ല തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. അവർക്ക് തരാനില്ല, അതുകൊണ്ടാണ് നേരത്തെ ഒന്നും തരാനില്ല എന്ന് അവർ പറഞ്ഞത്. അങ്ങോട്ട് വല്ല മാലയിലും ഇട്ടിട്ടാണോ കിട്ടി? ഞമ്മളോ? ഇല്ല ഈ താലിമാല ഇല്ല നമ്മള് എൻഗേജ്മെന്റ് മാറിയ മോതിരം, ഒരു മോതിരം അത് നമ്മളിട്ടോ? നമ്മളിട്ടതാണ്. എത്ര പവനാ? അത് 1/2 പവന്. അത് പാടില്ല, സുമേന്റെ അടുത്തുണ്ട് പേരെഴുതി വെച്ചൊരു മോതിരം. ഈ താലി ചെയിനോ? താലി ചെയിൻ നമ്മളിട്ടത്. എത്ര പവനുണ്ട്? 1.25 പവന്. 1.25 പവന്. അത് സുമേടയിലാണോ ഇപ്പം? അത് സുമേന് താലി ചെയിൻ. അല്ല സുമേടയിൽ തന്നെ ഉണ്ട്. അപ്പൊ 2.25 പവൻ നിങ്ങളുടെ വക സ്വർണ്ണം അവരുടെ കയ്യിലുണ്ട്. അതെ. അപ്പൊ ഞാൻ ഇട്ടത് പിച്ചളന്റെ ചെയിനാന്ന് പറഞ്ഞിട്ടാണ് അവര് പറയുന്നത്. അല്ലാതെ പിച്ചള എന്തോ ആവട്ടെ, അത് തിരിച്ചു തന്നൂടെ? അത് ഞാൻ പിന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കേസ് കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കേസിന് പോയി. അപ്പോഴാണ് പിന്നെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. കൗൺസിലിംഗ് നടത്തിയപ്പോൾ എന്താണ് പിന്നെ ഒറ്റയ്ക്ക് സംസാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൂടെ പോകുന്ന ഭാര്യ അവരോട് പറഞ്ഞു. പിന്നെ 2 കൂടി വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എൻ്റെ സ്വർണം അന്നേരം 26 പവൻ്റെ കണക്ക് പറഞ്ഞില്ല, 50 പവനായിരുന്നു ഭാര്യ പറഞ്ഞത്. എൻ്റെ 50 പവൻ്റെ സ്വർണം ഇവരെ ഏട്ടനാണ് നശിപ്പിച്ചത്. പിന്നെ നശിപ്പിച്ചു. പിന്നെ എന്നെ ഏത് സമയത്തും എന്നെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്നെ ഭയങ്കര അടിയും പിടിയായിട്ട് പിന്നെ ഉണ്ടായി. പിന്നെ പോരാത്തത് ഞാനും എൻ്റെ പെങ്ങളും കൂടി ബെഡ്റൂമിൽ വെച്ചിട്ട് പിന്നെ ബെഡ്റൂമിൽ വെച്ചിട്ട് കാണാൻ പറ്റാത്തത് അവൾ കണ്ടു. അതിലവൾ ബോധം കെട്ട് വീണെന്നാണ് പറഞ്ഞത്. അപ്പം ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ കൊണ്ട് നിർബന്ധമായി ഒപ്പിടിച്ചെന്നാ പറയുന്നത്? ഇല്ല സാറേ, ഷാബുവിന്റെ സഹോദരിയും ഭർത്താവും അമ്മയും അച്ഛനെല്ലാം കൂടെ അവരുടെ വീട്ടിൽ നിർബന്ധിച്ചെന്നാ പറഞ്ഞത്. ഇല്ല, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഒരുമിച്ച് വിവാഹമോചനം കൊടുക്കണമെന്നാ പറയുന്നത്. ഇല്ല, അങ്ങനെ ഇതുവരെ പോയിട്ടില്ല. ഞങ്ങൾ വിളിക്കാം. നിങ്ങൾ വിവാഹബന്ധം ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഡൈവോഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ആവശ്യപ്പെട്ടിട്ടില്ല. വക്കീലാണ് എന്നെ ഞാൻ കേസിന് പോണ സമയത്ത് നമുക്ക് ഡൈവേഴ്സ് ചെയ്യാം, ശ്രീകുമാർ വക്കീല്. അല്ല, അതാരുടെ വക്കീല? നമ്മളെ വക്കീല്. നമ്മുടെ വക്കീല് പറഞ്ഞു. നമ്മളെ വക്കീല് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭാര്യ എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ 5 ലക്ഷം ഉറുപ്പിയാണ് അവര് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നീ ഒരു പണി ചെയ്യേ, പിന്നെ 75,000 രൂപയും നീ ഇട്ട ചെയിൻ ഇപ്പൊ സ്വർണ്ണാണെന്ന് കോടതി ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നീ ഇട്ട സ്വർണം പിന്നെ ഈ 75,000 രൂപയും കൊടുക്കുകയാണെങ്കിൽ ഒരു പീഡന കേസും ഇല്ല, ഒരു കേസും ഇല്ല. നമുക്ക് പൈസ കൊടുത്തിട്ട് ഒഴിവാക്കിയിട്ട് 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൈവേഴ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡൈവേഴ്സ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുന്നത് ഡൈവേഴ്സിനല്ല സാറേ, എനിക്ക് എൻ്റെ ഭാര്യ വേണം എന്ന് പറഞ്ഞു. നീ അങ്ങനെ വേണമെന്ന് പറയുകയാണെങ്കിൽ നീ മാസം 5,000 രൂപ വെച്ച് ചെലവിന് കെട്ടണം എന്ന് പറഞ്ഞു. എൻ്റെ വക്കീല് ശ്രീകുമാർ വക്കീല്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കോടതി ആ വക്കീല് പാലക്കാട് എന്താണ് രാപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത്രയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ വക്കീലിന്റെ അടുത്ത്? ഇല്ല, അങ്ങനെ സാറേ ഞങ്ങളൊന്നും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഞങ്ങൾക്ക് അറിഞ്ഞു. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ആ കുട്ടി വളരെയധികം മോശപ്പെട്ട ഒരു കുട്ടിയാണ്. ആ കുട്ടീൻ്റെ അമ്മ അധികം ഇതാണ്. അങ്ങോട്ട് നിനക്ക് ആ കുട്ടി എന്തായാലും വേണ്ട, നീ ഒഴിവാക്കുന്ന നല്ലത്. നീ ഇത്രയും പൈസ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, അല്ലെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞങ്ങളെ കൃഷി. അപ്പം ഞാൻ കൃഷീൻ്റെ അതിൽ ഫോട്ടോസും അതിൻ്റെ എല്ലാ ഇതും റെക്കോർഡൊക്കെ കൊണ്ടുകൊടുത്ത്. അപ്പോൾ സാറ് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് കൃഷി നശിച്ചാലും, പിന്നെ നിങ്ങൾ ഇനി വികലാംഗനായി കിടക്കുകയാണെങ്കിലും, ഇനിയിപ്പോൾ എന്ത് മാരാരോഗം വന്ന് കിടക്കുകയാണെങ്കിലും നീ അവള് പറഞ്ഞ പൈസ നീ കൊടുത്തിരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ പറയുന്ന പൈസ കൊടുക്കാനാണോ നിങ്ങൾ വക്കീലിനെ ഏർപ്പെടുത്തിയത്? ഇവര് ജോലിക്ക് കൊണ്ടാക്കിയതാണ് പ്രശ്നം തുടങ്ങിയത്. കല്യാണത്തിൻ്റെ അന്ന് തന്നെ ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ശേഷവും ജോലിക്ക് പോകണമെന്ന് സുമ എന്നും പറയാറുണ്ട്. അപ്പം ഞാനിവനോട് പറയും ജോലി പോകണ്ട, അത് ശരിയാവൂല. പറഞ്ഞാൽ കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് പ്രായ ചെക്കന്മാരാണല്ലോ, നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ ജോലിക്ക് കൊണ്ടാക്കിയതാണ് പ്രശ്നമായത്. അതിന് ജോലി തടസ്സമാവുന്നത് ഇവർക്ക് മക്കളുണ്ടായാൽ ജോലിക്ക് തടസ്സമാവുന്നു. അങ്ങനെ മക്കൾ വേണ്ടെന്നുള്ള രീതിയിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു
തീരുമാനമാണ്. ഇത് ആരും അറിയുന്നില്ല. സ്ത്രീ പീഡന കേസൊന്നും കൊടുത്തില്ലല്ലോ. സ്ത്രീ പീഡന കേസ് കൊടുത്തിട്ടില്ല. അത് രക്ഷപ്പെട്ട്. അല്ല ഇവർക്ക് ഈ പ്രധാനമായിട്ട് ഈ പണം അവിടെ പോയിട്ട് ഞാൻ വക്കീലിന്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വക്കീൽ ഇങ്ങനെ പറയും അല്ല ഇയാൾ പീഡിപ്പിച്ചെന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കേസൊന്നും കൊടുത്തിട്ടില്ല. മേഡം അതിൽ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആകെ 1.5 മാസം കൂടെ ഇരുന്നിട്ടുള്ളൂ. ഈ 1.5 മാസത്തിൽ 4-ാം നാൾ നമ്മുടെ ഹിന്ദുമത പ്രകാരം ഒരു വിരുന്നുണ്ട്. ഇവർ എഴുതി ചേർത്ത ആ ദിവസം ഇവർ വിരുന്നിലാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാര്യന്റെ സ്ഥാനം എന്താണെന്നും ഭർത്താവിന്റെ സ്ഥാനം എന്താണെന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് ഈ 2 മാസക്കാലവും വയറുവേദന എടുത്ത ഒരു സ്ത്രീനെ ആശുപത്രി കൊണ്ടുപോകാൻ കൂട്ടാക്കായിരുന്നത്. പറയായിരുന്നത് ഇവരെ അബദ്ധം. അമ്മയുണ്ട് അവിടെ, അമ്മയില്ലാത്ത കുട്ടികളൊന്നല്ല. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കേണ്ട നമ്പർ 9847820096.